അമ്പൻ തൗഫീഖിൽ മൂത്തവർ ഹർമൂത്തുദീത്തവർ ഇമ്മലബാരണഞ്ഞവർ ഇസ്ലാമിൻ തേജസ്സാണവർ കശ്ഫ് കറാമത്തേറ്റിയേ ഹൈറായ ദീനെ പോറ്റിയേ. ഓരോ സമയത്ത് എനിക്ക് ഓരോ മൂഡാണ്. ഞാനൊരു ഒഴുക്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് പാടാൻ തോന്നുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഏത് സ്ഥലമാണ് എന്നൊന്നും ഉണ്ടാവില്ല. അപ്പം ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പാടാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പാടും. പക്ഷെ ചില സമയത്ത് ചിലപ്പോൾ മാസങ്ങളോളം ഞാൻ ചിലപ്പോൾ പാട്ട് പാടില്ല. 14 നൂറ്റാണ്ട് കാലങ്ങൾ പിന്നിട്ട പാവന സ്മരണകൾക്കാധാരമല്ലോ പാരം കൊടുമയിൽ കാലിട്ടടിച്ചപ്പോൾ പാരം കൊടുമയിൽ കാലിട്ടടിച്ചപ്പോൾ പൊട്ടിയൊഴുകിയ സംസവുമാ. എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാട്ട് ഫാമിലിയുടെ അടുത്താണ്. അതായത് ഒരു അച്ഛനും മോളും മ്യൂസിക്കായിട്ട് ഏറെ ബന്ധമുള്ള ഒരു ഫാമിലി. അതോടൊപ്പം തന്നെ കഴിവുണ്ടായിട്ടും അറിയപ്പെടാതെ പോയ ഒരു കലാകാരിയാണ് നമ്മൾ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനെന്നുള്ളത് അവരുടെ വീട്ടിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ പാടിയിട്ട് വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു താരം കൂടിയാണ്, ഒരു മ്യൂസിക് ടീച്ചറും കൂടിയാണ്. എന്തായാലും എല്ലാം കൂടി ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഇവരെ പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തായാലും വീഡിയോ കണ്ട് നമ്മൾ മനസ്സിലാക്കാം. നേരെ ഒരു വീഡിയോക്ക് പോകാൻ മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇവരെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആളുകൾ. ഹലോ, നമസ്കാരം. ഹായ്, നമസ്കാരം. എന്താണ്, എവിടെ പോകാൻ വേണ്ടിയിരിക്കുകയാണ് രണ്ടുപേരും? പോവാണ്ടിരിക്കുന്നല്ല, ക്ലാസ് ഉണ്ട്. ഒരുപാട് മ്യൂസിക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളാണ് രണ്ടുപേരും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ ഒരു മോളെയാണ്. മോള് മാത്രമല്ല ടീച്ചറാണ് അല്ലേ? ഓക്കെ, ടീച്ചറുടെ പേരെന്താണോ? വൃന്ദ. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യണോടാ? ഞാൻ ജയ്ത്തൂൻ ഇന്റർനാഷണൽ സ്കൂൾ അവിടെ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഒരു 1.5 വർഷമായി. ഓക്കെ, ഇത് നമ്മളെ പുന്നാര അച്ഛൻ അല്ലേ? അച്ഛനെ അറിയാത്തൊരു ആരും ഉണ്ടാവില്ല, കാരണം ആദ്യം നല്ലൊരു മ്യൂസിഷ്യൻ അല്ലേ? ഞാൻ പെർക്യൂഷൻ താളവാദ്യം വായിക്കുന്ന മാഷാണ്. ഓക്കെ, ഒരുപാട് 10-15-50 വർഷം തന്നെ പറയാം ഈ ഫീൽഡിലുണ്ട്. ഇപ്പോഴും ഉണ്ട്, ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് സെന്ററുകൾ ചെയ്യുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്. ഞാൻ സ്പ്രിങ്സ് ഇന്റർനാഷണൽ സ്കൂളിലത്തെ അധ്യാപകൻ കൂടിയാണ്, മ്യൂസിക് അധ്യാപകനാണ്. പിന്നെ ഒരുപാട് സെന്ററിൽ ക്ലാസ്സിന് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യം ജില്ലക്ക് പഠിപ്പിച്ച വൃന്ദഭാഗത്തിന് മാനവേദന ഹൈസ്കൂളിന് അവർക്കാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. 2 സ്കൂളിന് പഠിപ്പിച്ചിരുന്നു ഇപ്രാവശ്യം. ഒരു സ്കൂളിന് A ഗ്രേഡ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ടീച്ചർ ഇപ്പോ 1.5 വർഷമായിട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ജയ്ത്തൂളിൽ. ഇതിന് മുന്നായിട്ട് ടീച്ചർ എവിടെ വർക്ക് ചെയ്തത്? ഇതിന് മുന്നേ എറണാകുളം കലൂര് ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നല്ലേ? ശരിക്കും പാട്ടുകാരികളെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ടാലന്റ് ആയിട്ട് ഞാനൊരു പാട്ട് മാത്രമേ കേട്ടുള്ളൂ. ഒരാൾ നമ്മുടെ ഫ്രണ്ട് നമുക്ക് അയച്ചൊരു വീഡിയോ, അത് നബിദിനത്തിന്റെ സമയത്താ അല്ലെ? ഒരു മാപ്പിള പാട്ടൊക്കെ പാടിയിട്ട്. അപ്പോ ശരിക്കും ഈ പാട്ടിന്റെ വഴിയിലേക്ക് തന്നെ വരണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു? പാട്ട് ഭയങ്കരമായിട്ട് കുറെ കേൾക്കും, ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. പിന്നെ പാട്ട് PG, അതായത് ഞാൻ പഠിച്ചത് മാത്തമാറ്റിക്സ് ഒക്കെയാണ്. ഡിഗ്രി, PG, B.Ed ഒക്കെ മാത്തമാറ്റിക്സ് ആണ്. പക്ഷെ പാട്ട് ഇത്ര ഇഷ്ടമുള്ളത് കൊണ്ട് എന്താ പറയാ, വേറൊരു വഴിയിലേക്ക് പോവാൻ തോന്നണില്ല. അപ്പോ അതുകൊണ്ട് ഇപ്പൊ പഠിപ്പിക്കുന്നത് മ്യൂസിക്കാണ്. അതിന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഞാന് നമ്മുടെ കോവിഡിന്റെ സമയത്താണ് ആദ്യമായിട്ട് പാടി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങണ, വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഫേസ്ബുക്കിൽ ഒരുപാട് പേര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് തരുന്ന ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഞാൻ പാടി തുടങ്ങണത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു, പാടാറുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അമ്മയുടെ ഫ്രണ്ട്സും അച്ഛന്റെ ഫ്രണ്ട്സും വീട്ടിലാണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ. പിന്നെ ഒരു മലപ്പുറംകാരി ആയതുകൊണ്ടാവാം അല്ലേ ഇത്രയും പെട്ടെന്ന് ജനങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം? കാരണം പാട്ടുകാരും ഇതിന് മലപ്പുറം പ്രത്യേക ഒരു താല്പര്യമാണല്ലോ. ഓക്കെ, ആ വീഡിയോ വന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് വെറുതെ ഒന്ന് സെർച്ച് ചെയ്തപ്പോ അതില് എല്ലാവരും പറയുന്ന കാര്യം നിങ്ങളുടെ വോയിസിനെ പറ്റിയിട്ടാണ് അല്ലേ? അടിപൊളി വോയിസ് ആണ്. അങ്ങനെ ആ ഒരു ഇത് കേൾക്കുമ്പോ എന്താ മനസ്സിലുള്ളൊരു സന്തോഷം എന്ന് പറയാൻ പറ്റുക? എനിക്ക് ശരിക്കും പാടുമ്പോ ഇപ്പൊ ഞാൻ പാടുമ്പോ ഇന്ന ആളെ പോലെ ഉണ്ട്. ഇപ്പൊ ചിലർ പറയും ചിത്ര ചേച്ചിയെ പോലെ പാടുന്നുണ്ട്. എനിക്ക് അങ്ങനെ പറയുന്നതിലപ്പുറം
എൻ്റെ പാട്ടൊരു യുണീക്കാണ് എന്ന് ആളുകൾ പറയുമ്പോഴാണ് എനിക്ക് സന്തോഷം ശരിക്കും. ഞാൻ അങ്ങനെ പാട്ട് ശബ്ദത്തിലല്ല മാത്രമല്ല നമ്മൾ പാടുന്ന രീതിയിലും നമ്മൾ വേറെയുള്ളവരെ പോലെ ആവരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ ശബ്ദത്തിനെ പറ്റി എല്ലാവരും പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ശബ്ദത്തിലൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാവാറുണ്ട്. കാരണം കുറച്ച് യുണീക്കാണെന്ന് എല്ലാവരും പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. നമുക്ക് നമ്മളായിട്ട് മുന്നോട്ട് വരാം. അതെ അതെ, അങ്ങനെയാണ്, അതാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ഞാൻ ഫസ്റ്റ് ആയിട്ട് നമ്മളെ പാട്ട് കേൾക്കുന്നത് ഒരു മധു സോങ് ആണ് അല്ലേ? അപ്പൊ എന്തായാലും ഒരു പാട്ട് പാടിയിട്ട് തന്നെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ശരി ശരി, പാടാം. ഇസ്ലാമിൻ തേജസ്സാണവർ, കശ്ഫ് കറാമത്തേറ്റിയേ, ഹൈറായ ദീനെ പോറ്റിയേ, മഷ്ഹൂറിൻ സത്തി പാറ്റിയേ, മജ്ദൂബ് അൻഹു റളിയല്ലാഹ്, മമ്പുറപ്പൂ മക്കാമിലെ മൗലദവീലവാസിലെ, ഇമ്പപ്പൂവായ കുത്തുബുലിയേ, സയ്യിദലവി റളിയല്ലാഹ്. വാവ്, ഓസ് എന്ന് പറഞ്ഞു പോയാൽ കുറഞ്ഞു പോകും. കാരണം വെച്ചാൽ ആ ഒരു എളിമ ഉണ്ടല്ലോ പാട്ടുകളിലെ, അതാണ് ശരിക്കും നിങ്ങളായി നിർത്തുന്നത് കേട്ടോ. അപ്പോൾ പറയാൻ വയ്യ, നല്ല അടിപൊളി നല്ല ആസ്വദിച്ചിട്ട് പാട്ട്. പിന്നെ മൊത്തത്തിൽ നമ്മളെ ഈ ഒരു നാട് ശരിക്കും ഇത് എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞേ? ഇത് പൂക്കോട്ടുംപാടം തോട്ടേക്കാട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. നിലമ്പൂര്. നല്ല പ്രകൃതി ഭംഗിയാൽ ഉഷാറാക്കപ്പെട്ട നാട്. പിന്നെ ശരിക്കും നമ്മൾ ഈ പാട്ടിന്റെ വഴിയിൽ നടക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടങ്ങൾ, നേരത്തെ പറഞ്ഞ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ശരിക്കും ടീച്ചർ ഏത് കാറ്റഗറിയിൽ പെടുന്ന പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ സെലക്ട് ആക്കുന്നത്? എങ്ങനെയാണ്? എനിക്ക് കൂടുതലും, ഞാൻ എല്ലാ തരം പാട്ടുകളും കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലും പാടാൻ ഇഷ്ടം എനിക്ക് ഗസലുകളാണ്. കേൾക്കുന്നതും കൂടുതലും ഗസലുകളാണ് എനിക്ക് ഇഷ്ടം പാടാൻ. അതുപോലെ കവാലി പാടാൻ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഗസൽ രംഗത്ത് ടീച്ചറെ ഒരു ഗുരു ആരായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഗസല് പഠിക്കുന്നത് ആദ്യം മുതലേ, ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് ചെറുപ്പം മുതലേ ഗസല് കേൾക്കായിരുന്നു. ഇപ്പം എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഇപ്പോൾ ഉമ്പായിക്കാനെയും മെഹദി ഹസൻ സാബിനെയും ഹരിജി ഗുലാം അലി സാബിനെയൊക്കെ കേട്ടിട്ട് തന്നെയാണ് ഞാൻ പാട്ടിലേക്ക് വരുന്നത്. ശരിക്കും മലയാളത്തിൽ ഗസലുകൾ കുറവാണ്. ഇപ്പം നമ്മൾ ഗസലുകൾ എന്നുള്ള രീതിയിൽ കേൾക്കുന്ന പല പാട്ടുകളും ഗസലുകളല്ല ശരിക്ക്. അപ്പം നമ്മൾ ഉമ്പായിക്കാണ് ശരിക്കും മലയാളത്തിൽ ഗസലുകൾ എന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റൊക്കെ ശരിക്കും ഉമ്പായിക്കാനിരുന്നായിരിക്കും നമ്മൾ പല മലയാളികൾക്കും അറിയുന്നുണ്ടാവുക. പക്ഷെ ഉമ്പായിക്കാട് തന്നെ പല പാട്ടുകളും ഗസലുകളല്ല ശരിക്ക്. അപ്പോൾ എന്താ പറയുക, ഞാനൊരു മലയാളത്തിൽ ഉള്ള ഒരു ഗസൽ ഞാൻ പാടാം. ഷഹബാസിക്കാട് സജിനി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പാടാം. സജനി 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 സജനി, ഇനി വേറെയായി കഴിയുന്നതാണ് വേദന. സജനി സജനി, പനിനീരു കാക്കും ഉള്ളിനു പരിഹാസമാണ് വേദന. സജനി സജനി. പറയാൻ വാക്കുകളില്ല. ഈ ഗസൽ നമ്മളെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാട്ട് കേൾക്കുന്നവരാണ്. അവരെങ്ങനെയാണ് നിങ്ങളെ ഈ ഒരു ഇത് സ്വീകരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഓരോ പാട്ടിനും ഓരോ പ്രത്യേകതകളാണ്. നേരത്തെ ആ ഒരു പാട്ട് പാടി ഇപ്പോൾ വേറൊരു വോയിസിൽ പാടി, വേറൊരു വോയിസിൽ പാടി. എങ്ങനെയായാലും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വോയിസ് നല്ലൊരു ഗിഫ്റ്റഡാണ്. അത് ദൈവം എല്ലാവർക്കും കൊടുക്കുന്നതല്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ടീച്ചറെ കാണുന്നതും അല്ലെങ്കിൽ കേൾക്കുന്നത് ഒരു നബിദിനത്തിൻ്റെ സമയത്താണ്. അന്ന് തന്നെ ഞാൻ പ്രത്യേകതയുള്ളൊരു കലാകാരിയാണ് എനിക്ക് അന്നേ മനസ്സിലായി.
കാരണം ഇതിന് വീട്ടിൽ നിന്ന് അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടാതെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല. അപ്പോൾ അച്ഛനാണെങ്കിൽ അതിൻ്റെ ഒരു ദൈവം തന്നെ പറയാം അല്ലേ. ഈ സംഗതിയിൽ അത്രയും ബോൾഡായി അല്ലെങ്കിൽ അത്രയും എഫേർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഒരു ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അച്ഛന്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ മോള് എന്ന് ആവും അതിന്റെ ഭാഗ്യമല്ലേ. സത്യം 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 അല്ലേ. ഒരു താങ്ക്സ് പറയണ്ട അച്ഛനോട്. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അച്ഛനോടും അമ്മേനോടാണ് ആ കാര്യത്തില്. അപ്പോൾ എനിക്കൊരു പ്രഷറും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാട്ട് എന്താ പറയാ ഇത്രയും നല്ലൊരു കഴിവ് കിട്ടിയത് ഇവര് വഴിയാണ്. അതുണ്ട്. പിന്നെ എനിക്കും അങ്ങനെ ഒരു തരത്തിലുള്ള പ്രഷർ ഇവർ തരാറില്ല. അപ്പോൾ എനിക്ക് എന്താ പറയാ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ആ വാക്കുകളെല്ലാം ഉണ്ട് അല്ലേ, പറയാനാവില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മളെ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ പാട്ടുകളും താല്പര്യപ്പെടുന്ന ഒരു ആൾക്കാരാണ്. ഏകദേശം 5 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ഒരു ചാനലാണ് നമ്മൾ. അപ്പോൾ ടീച്ചറെ ഒരു എന്താ മാപ്പിളപ്പാട്ട് രീതിയിലുള്ള പാട്ടുകളായിരിക്കും നമ്മളെ പ്രേക്ഷകർ ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ടീച്ചർ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടാം. ഓക്കെ. 14 നൂറ്റാണ്ട് കാലങ്ങൾ പിന്നിട്ട പാവന സ്മരണകൾ കാധാരമല്ലോ. 14 നൂറ്റാണ്ട് കാലങ്ങൾ പിന്നിട്ട പാവന സ്മരണകൾ കാധാരമല്ലോ. പാരം കൊടുമയിൽ കാലിട്ടടിച്ചപ്പോൾ പാരം കൊടുമയിൽ കാലിട്ടടിച്ചപ്പോൾ പൊട്ടിയൊഴുകിയ സംസവുമായി മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടുപോകണേ. മക്കം കാണുവാൻ കഅബം ചുറ്റുവാൻ കില്ല പിടിച്ചൊന്നു കേഴുവാൻ. മക്കം കാണുവാൻ കഅബം ചുറ്റുവാൻ കില്ല പിടിച്ചൊന്നു കേഴുവാൻ മക്കത്ത് പോണോരേ ഞങ്ങളെ കൊണ്ടുപോകണേ. വളരെ സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ. എന്നും ഇങ്ങനെ തന്നെ ജീവിക്കാനും ഇങ്ങനെ നിൽക്കാൻ സന്തോഷത്തോടെ ജീവിക്കാൻ നിൽക്കുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. അതിന് മുമ്പ് ഒരാളെ ഇത്രയൊക്കെ നല്ല പോലെ പാട്ട് പാടിയിട്ടും അതല്ലെങ്കിൽ പാട്ടിന്റെ വഴിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന രണ്ടാൾക്കാർ തമ്മിൽ ഒരുമിച്ചൊരു വേദിയിൽ ഇങ്ങനെ പാട്ട് പാടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക സങ്കടം കിട്ടാം. അപ്പോൾ സങ്കടം ഞാൻ ഇവിടെ തീർക്കുകയാണ്. എൻ്റെ ചാനലിൽ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നമുക്കൊരു ചെറിയ സംഗതി ഇതിപ്പോൾ എന്നത് ചെയ്യാൻ പോകണം നമ്മളെ. ഇത് അച്ഛൻ്റെ അടുത്ത് ഒരുപാട് കാലമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ബോങ്കോസ് എന്നാണ് അതിന് പറയാ. ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരുമിച്ചിരുന്ന് പാടാറുണ്ട്, വീഡിയോ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങള് വേദിയിൽ എന്റെ സ്റ്റേജിൽ അച്ഛൻ ഉണ്ടാവാറുണ്ട്. ആ ഇല്ല ഇല്ല. കരളിൽ വിരിഞ്ഞ റോജ മലരാണ് നീ ഖദീജ, മലരാണ് നീ ഖദീജ. ഇരുളിൽ പ്രകാശമേകും കതിരാണ് നീ ഖദീജ, കതിരാണ് നീ ഖദീജ, ഖദീജ.
जा